വെൽക്കം ടു ട്രാവൽ ആൻഡ് ടേസ്റ്റ്. ഇന്നൊരു ചിക്കൻ റോസ്റ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ബാച്ചിലേഴ്സിനൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ചിക്കൻ റോസ്റ്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. ഇതുണ്ടാക്കാൻ വേണ്ടത് 2 സവോളയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, വെളുത്തുള്ളി കട്ട് ചെയ്തത്, പച്ചമുളക്, പിന്നെ കറിവേപ്പില. ഇത്രയും സാധനമാണ് വേണ്ടത്. ആദ്യം നമുക്ക് ഇതിനൊരു മസാല തയ്യാറാക്കിയെടുക്കാം. അതിന് ഗ്യാസ് കത്തിച്ച് പാൻ വെക്കുക. അതിലേക്ക് പച്ചമല്ലി, കുരുമുളക്, പെരുംജീരകം, പിന്നെ കുറച്ച് കറിവേപ്പില ഇവയെല്ലാം ചേർത്ത് ഒന്ന് വറുത്തെടുക്കുക. ചെറിയൊരു ബ്രൗണിഷ് കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. ഏകദേശം കളർ മാറി വന്നിട്ടുണ്ട്. സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കുക. അപ്പോൾ തണുത്ത് കഴിഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. അതിനായി പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ആഡ് ചെയ്യുക. കടുക് ഒന്ന് പൊട്ടിത്തെറിച്ച് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില, നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവയെല്ലാം ചേർത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ആ ഒരു കളറ് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നേരത്തെ മസാല പുരട്ടി വെച്ച ചിക്കൻ ആഡ് ചെയ്യുക. അതിനുശേഷം അടച്ചു വെച്ച് 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. കാരണം ചിക്കനിൽ നിന്ന് വെള്ളം വരും. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതാണ്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് കുറച്ചുകൂടി വേവിക്കുക. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. വെന്തിട്ടുണ്ട്, എന്നാലും കുറച്ച് വെള്ളമുണ്ട് അതിൽ. നമ്മുടെ ചിക്കനിൽ നിന്ന് വന്ന വെള്ളമാണ്. അതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഗരം മസാല, പിന്നെ നേരത്തെ നമ്മൾ പൊടിച്ച് വെച്ച മസാലക്കൂട്ട് എല്ലാം ആവശ്യത്തിന്, നിങ്ങളുടെ ആവശ്യത്തിനാണ്. ഞാനിപ്പോൾ 1/2 കിലോ ആണ് എടുത്തത്. അപ്പോൾ അതിന് കണക്കായതാണ് മസാലയൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഉപ്പ്. മുന്നേ ചിക്കൻ മസാല പുരട്ടി വെച്ചപ്പോൾ ഉപ്പ് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അത് പോരാ, കുറച്ചും കൂടി വേണം. അതുകൊണ്ടാണ് ഉപ്പ് ഇട്ടത്. ഉപ്പ് നോക്കിയിട്ട് ഇട്ടാൽ മതി. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക.
പിന്നീട് അതിലേക്ക് നേരത്തെ മുറിച്ച് വെച്ച 2 ചെറിയ സവാള ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ 1/2 കിലോ ചിക്കൻ ആയതുകൊണ്ടാണ് ഞാൻ 2 സവാള എടുത്തത്. 1 കിലോ ചിക്കൻ ആണെങ്കിൽ നിങ്ങൾക്ക് 4 സവാള എടുക്കാം. സവാള കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ ഞാൻ 2 ചെറിയ സവാളയാണ് ഉപയോഗിച്ചത്. ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കുക. 5 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കിയാൽ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി. എങ്ങനെയുണ്ട്? നല്ല ഭംഗിയിലാണ്. ടേസ്റ്റും അടിപൊളിയാണ്. സൂപ്പർ ടേസ്റ്റാണ്. നല്ല മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. സവാള അത്രയും ഞാൻ ഇട്ടിട്ടുള്ളൂ, 2. കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ ഉപയോഗിക്കാവേ. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മസാലകളൊക്കെ നല്ലോണം ചിക്കനുമായിട്ട് പിടിച്ചോളും. ബാച്ചിലേഴ്സിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റാണ്. വീക്കെൻഡ് സ്പെഷ്യലിൽ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് ഫീഡ്ബാക്ക് ഒന്ന് പറയണേ. വളരെ ഈസിയാണ്. നമുക്കൊരു അരമണിക്കൂറിനുള്ളിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. മറക്കാതെ ഫീഡ്ബാക്കും അറിയിക്കണേ. എല്ലാവരുടെയും സപ്പോർട്ട് വേണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻ്റ് ഇടണം, എല്ലാം ചെയ്യണം. ഓക്കെ, വീണ്ടും ഒരു അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.